വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് നമ്മൾക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ദിൽകുഷ് അല്ലെങ്കിൽ കോക്കനട്ട് ബൺ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ബേക്കറി സ്കെയിലിൽ നല്ല ടേസ്റ്റി ആയിട്ട് അതേ ഫില്ലിങ്ങോട് കൂടി തന്നെ നമുക്ക് ഈ ദിൽകുഷ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഒരു ബൗളിൽ 1/4 കപ്പ് നേരിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ചൂടുണ്ടായാൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി 5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സാക്കി 5 മിനിറ്റ് പൊങ്ങാൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ഈസ്റ്റ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. അല്പം ഉപ്പിടാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/4 കപ്പ് പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂൺ വെച്ച് മിക്സ് ആക്കിയതിന് ശേഷം കൈകൊണ്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് അധികം ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി പോവുകയും ചെയ്യരുത്. ചപ്പാത്തി മാവിനേക്കാളും അല്പം ലൂസായിട്ട് വേണം മാവ്. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിനായി ഒരു മീഡിയം സൈസ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് വീതം കാഷ്യൂസും ബദാമും റൈസിൻസും ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടല ക്രഷ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ദിൽകുഷിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദിൽകുഷിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുക്കാം. ഏത് ഫ്ലേവറിലുള്ള ജാം ആയാലും മതി. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ മാവിനെ 2 പാർട്ടാക്കി മാറ്റാം. പാർട്ടാക്കി മാറ്റുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായി കട്ട് ചെയ്യണം. ഇനി ഇത് കൈവച്ചൊന്ന് ആദ്യം പരത്തിയെടുക്കണം. ആദ്യം നമുക്ക് ചെറുത് പരത്തിയെടുക്കാം. ഇനി ഒരു റോളർ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് കവർ ചെയ്യുന്ന രൂപത്തിൽ പരത്തിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത ടിന്നിലോട്ട് ഈ പരത്തിയത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ഒന്ന് നിരത്തി കൊടുക്കാം. നന്നായി തവി വെച്ചൊന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം രണ്ടാമത് പരത്തിയ പീസ് വെച്ച് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായി കൈവച്ചോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി പൊങ്ങാൻ മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ദിൽകുഷിന് ബ്രൗണിഷ് കളറായിരിക്കും. പാൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായി ഭംഗിക്ക് വേണ്ടി അല്പം വെളുത്ത എള്ള് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് മാറ്റാം. ഓവൻ 150 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചിരുന്നു. ഓരോ ഓവനും വ്യത്യസ്തമാണ്. ഓവറായിട്ട് ബേക്ക് ചെയ്യരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ബേക്ക് ചെയ്യുക. കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. 2 കോയിലും ചൂടാവണം. 150 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ബേക്ക് ചെയ്തെടുക്കാം.
ഒരു പ്രഷർ കുക്കറിൽ ഒരു റിങ് ഇറക്കി വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം ദിൽകുഷിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ ലോ ഫ്ലെയിമിൽ 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവൻ ഇല്ലാതെയും നല്ല പെർഫെക്ഷനിൽ തന്നെ ദിൽകുഷ് തയ്യാറാക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ അല്പം ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദിൽകുഷാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബേക്കറി ഐറ്റംസ് ആണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.